മഴക്കാലത്തെ പകർച്ചപ്പനികളോടൊപ്പം തന്നെ ഇപ്പം കോളറയും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കോളറയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജലജന്യ രോഗമാണ് കോളറ. ശുചിത്വം കൃത്യമായി പാലിച്ചാൽ നമുക്ക് പൂർണ്ണമായും തടയാവുന്ന ഒരു രോഗമാണിത്. മലിനമായ ജലസ്രോതസ്സിൽ നിന്നും അത് കണക്കാன ഭക്ഷണത്തിൽ നിന്നുമാണ് പ്രധാനമായും ഈ രോഗമാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ശരീരത്തിൽ ഈ ബാക്ടീരിയ കടന്നു കഴിഞ്ഞാൽ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉത്പാദിപ്പിക്കുകയും അതുവഴിയാണ് ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കണ്ടുവരുന്ന രോഗലക്ഷണം ഛർദിയും വയറിളക്കമാണ്. സാധാരണ വയറിളക്കത്തിൽ കണ്ടുവരുന്ന വയറുവേദന കോളറ രോഗം മൂലം ഉണ്ടാകുന്ന വയറിളക്കത്തിൽ ഉണ്ടാവുകയില്ല. ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടുന്നത് വഴി തന്നെ രോഗിക്ക് തളർച്ച അനുഭവപ്പെടാനും BP കുറയാനും അത് കണക്ക് തന്നെ ബോധക്ഷയം വരാനും സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ കാണിക്കുന്ന വഴി ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് വഴിയാണ് മരണം പോലും സംഭവിക്കാൻ കാരണമാകും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കുക, തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക, വയറിളക്കം പോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം വൈദ്യസഹായം തേടുക. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. താങ്ക്